എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജയശ്രീ കിഷോർ. ഇന്ന് ഞാൻ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് വന്നിരിക്കുന്നത്. അതായത്, ദേഷ്യം എന്ന് പറയുന്ന ഒരു വികാരം നമ്മളിൽ ഉള്ളതാണോ? അതാണ് ചോദ്യം. അത് നമ്മുടെ സത്തയിൽ അലിഞ്ഞു ചേർന്ന ഒന്നാണോ എന്നുള്ളതാണ്. അതായത്, പി ആർ നാഥൻ സാറ് എൻ്റെ ഒരു വളരെ അഭ്യുദയകാംക്ഷിയാണ്. നാദേട്ടൻ്റെ വീട്ടിൽ നാദേട്ടൻ്റെ വൈഫും ഒക്കെ ആയിട്ട് വളരെ അടുപ്പാണ്. അപ്പം നാദേട്ടൻ്റെ കൂടെ നടത്തിയിട്ടുള്ള കുറേ സത്സംഗങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചില നുറുങ്ങുകളാണ് ഇതെല്ലാം. അതും കൂടി പറഞ്ഞുകൊണ്ട് ഈ ചിന്ത ഞാൻ പങ്കുവയ്ക്കട്ടെ. അതായത്, ദേഷ്യം, നമ്മൾ പറയും എല്ലാ ഇമോഷൻസും നമ്മൾ പ്രകടിപ്പിക്കണം. അതായത്, നമുക്ക് ഒരാളോട് സ്നേഹം തോന്നിയാൽ ആ സ്നേഹം പ്രകടിപ്പിക്കണം. നമുക്ക് സങ്കടം വന്നാൽ നമ്മൾ പൊട്ടിക്കരയണം. നമുക്ക് സന്തോഷം വന്നാൽ നമ്മൾ വളരെ സന്തോഷമായിട്ട് ചിരിക്കണം. പക്ഷെ ദേഷ്യത്തെ മാത്രം നമ്മൾ പറയും അത് പാടില്ല, ദേഷ്യം അങ്ങനെ പ്രകടിപ്പിക്കാൻ പാടില്ല. അതെന്താണ്? അത് നമ്മുടെ ഉള്ളിൽ തന്നെ സപ്രസ് ചെയ്യാൻ പാടില്ല. അതിനെ നമ്മൾ വേറെ വിധത്തിൽ തീർക്കാം. പക്ഷെ ഒരാളെടുത്ത് നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ എന്താ ഉണ്ടാവണത്? നമ്മൾ വിചാരിക്കാത്ത പല പല വാക്കുകളും നമ്മൾ പറയണു. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത പല ചേഞ്ചും നമുക്ക് വരും അല്ലേ? നമ്മുടെ തലയൊക്കെ പൊട്ടിത്തെറിക്കണ മാതിരി തോന്നും. നമുക്ക് ഭയങ്കര മാനസിക സംഘർഷം അനുഭവപ്പെടും. നമ്മളുടെ BP കൂടും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് തന്നെ വരും ദേഷ്യം കൊണ്ട്. പക്ഷെ വേറെ ഒരു ഇമോഷനും അങ്ങനെ ഒരു സംഭവം വരുന്നില്ല. അപ്പം അതിനെയാണ് ഈ ദേഷ്യത്തെക്കുറിച്ചിട്ട് ഒരു ചിന്ത. ശരിയാക്കിയ ദേഷ്യം നമ്മളിലുള്ളതാണോ എന്നുള്ളതാണ് ചോദ്യം. അല്ല എന്നുള്ളതാണ് ഉത്തരം. നമ്മളിലുള്ള വികാരം ശരിക്കും പറഞ്ഞാൽ സങ്കടമാണ് ദേഷ്യമായിട്ട് രൂപാന്തരപ്പെടുന്നത്. നമ്മൾ കുട്ടികളെ ഒരുപാട് ചിലപ്പോൾ ചീത്ത പറയുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ആരോടായാലും നമുക്ക് ഏറ്റവും സ്നേഹമുള്ളവരുടെ അടുത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുക. എന്താ കാര്യം? അത് നമ്മുടെ സങ്കടമാണ്. അവരത് ഇപ്പം മകനെ അടിക്കുമ്പോൾ അല്ലെങ്കിൽ ചീത്ത പറയുമ്പോൾ, മകളെ ചീത്ത പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും നമ്മളോട് ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്നവരോട് നമ്മൾ ചൂടാവുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? എന്നാലും അവരത് എന്നോട് ചെയ്തില്ലേ, ഞാൻ എൻ്റെ മോന് വേണ്ടി ഇതൊക്കെ ചെയ്തു കൊടുത്തിട്ടും അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തില്ലേ, അതാണ് നമ്മുടെ സങ്കടം. ആ സങ്കടമാണ് നമ്മുടെ ദേഷ്യമായിട്ട് രൂപാന്തരപ്പെടുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ദേഷ്യത്തിനെ നമ്മൾ കൺട്രോൾ ചെയ്യണമെന്ന്. കാരണം എന്താ? ദേഷ്യം ഫോറിൻ ബോഡിയാണ്. ദേഷ്യം നമ്മളിൽ വരുമ്പോൾ എന്തുണ്ടാവുന്നു? ഒരുപാട് പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മുടെ വീട്ടിലൊരു ഭയങ്കര ആൻറ്റിക് ഒരു സാധനമുണ്ട്. നമ്മുടെ അമ്മ തന്നതോ അച്ഛൻ തന്നതോ എന്തോ ഒരു നമുക്ക് ഒരുപാട് സ്നേഹമുള്ളൊരു സാധനം. ഈ സാധനം നമ്മളുടെ ജോലിക്കാരി അടിച്ചു വരുമ്പോൾ അത് തുടച്ചു വയ്ക്കുന്നതിനിടയിൽ അത് താഴ്ത്തു വീണ് പൊട്ടിയെന്ന് വയ്ക്കുക. പൊട്ടിയെങ്കിൽ നമ്മൾക്കുണ്ടാവുന്ന വികാരം എന്താണ്? ദേഷ്യമാണ്. എന്നാൽ ഇതേ സാധനം നമ്മളുടെ കയ്യിൽ നിന്നാണ് പൊട്ടുന്നതെങ്കിലോ നമ്മൾക്കുണ്ടാകുന്ന വികാരം സങ്കടമാണ്. അവിടെ സംഭവിച്ച പ്രവൃത്തി ഒന്നാണ്, പക്ഷേ രണ്ടും രണ്ട് വിധത്തിലല്ലേ പ്രവർത്തിച്ചത്? അതാണ് കാര്യം. അതാണ് പറയുന്നത്. ഇപ്പം നമ്മളുടെ കയ്യിൽ കുറേ പൈസയുണ്ട്, 1,00,000 രൂപയുണ്ട്. 1,00,000 രൂപ നമ്മൾ നമ്മുടെ ഡ്രൈവർ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഇന്ന സ്ഥലത്ത് കൊടുക്കാൻ. ഡ്രൈവർ അത് കൊണ്ടുപോകുന്ന വഴി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആ ബാഗ് നഷ്ടപ്പെട്ടു പോയി. നമുക്കുണ്ടാവുന്ന വികാരം എന്താണ്? ദേഷ്യമാണ്. നമ്മൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആ ഡ്രൈവറെ ചീത്ത പറയും അല്ലേ? ആ സമയത്ത് നമ്മൾ വേണ്ടാത്ത പദങ്ങളെല്ലാം പറയും. എന്നാൽ ഇതേ പണം നമ്മുടെ കയ്യിൽ നിന്നാണ് പോകുന്നതെങ്കിലോ അവിടെ നമ്മൾക്കുണ്ടാവുന്ന വികാരം സങ്കടമാണ്. അപ്പോൾ സങ്കടം എന്ന് പറയുന്ന ഒരു ഇമോഷനേ നമ്മളിലുള്ളൂ. ദേഷ്യം എന്ന് പറയുന്ന ഇമോഷൻ ഒരു ഫോറിൻ ബോഡിയാണ്. ഈ ഫോറിൻ ബോഡി ഉള്ളിൽ വരുമ്പോൾ എന്തുണ്ടാവുന്നു? നമ്മുടെ തലയിലത്തെ ഞരമ്പുകളും ഗ്രന്ഥികളും എല്ലാം അങ്ങോട്ട് ഉണരുന്നു. സർപ്പം പോലെ എല്ലാം അങ്ങനെ പത്തി വിരിച്ച് നിൽക്കും. നമ്മുടെ ഉള്ളിൽ സഫക്കേഷൻ വരുന്നു. ഈ ദേഷ്യം നമ്മളെ തന്നെ നശിപ്പിക്കുന്നു. നമ്മളെ തന്നെയാണ് അത് കൊല്ലുന്നത്. അവരെടുത്ത് പറയുന്നത് പോട്ടെ, ഇത് കൂടാതെ നമ്മുടെ ശരീരത്തിനെയും ഈ ദേഷ്യം നശിപ്പിക്കുന്നു. അപ്പോൾ ഈ ദേഷ്യം എന്ന് പറയുന്ന വികാരം, അതുകൊണ്ടാണ് ഏതിൽ പറഞ്ഞാലും, വേദങ്ങൾ എന്തിൽ പറഞ്ഞാലും, ഭഗവത്ഗീതയിലായാലും ഭാഗവതത്തിലായാലും ഇനി ഏത് ഒരു സത്സംഗങ്ങളിലായാലും പറയും ദേഷ്യം നമ്മൾ നിയന്ത്രിക്കണമെന്ന്. ദേഷ്യം നിയന്ത്രിക്കണം എന്ന് പറയുന്നതിന് കാരണം ദേഷ്യം നമ്മളിൽ ഉള്ള ഒരു വികാരം അല്ല. അത് സത്യത്തിൽ ഒരു ഫോറിൻ ബോഡിയാണ്. ഈ ഫോറിൻ ബോഡി നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ എന്തുണ്ടാവുന്നു?
നമ്മുടെ ബോഡി തന്നെ അതിനെ റിജക്റ്റ് ചെയ്യുന്നു, എല്ലാ വിധത്തിലും അത് ബോഡി റിജക്റ്റ് ചെയ്യുന്നു. നമുക്കിപ്പോൾ ഒരു കാലിലൊരു മുള്ള് തട്ടി നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താ ഉണ്ടാവണേ, അത് പഴുക്കണു, അത് ഇൻഫെക്ഷൻ ആവണു, കാരണം അതൊരു ഫോറിൻ ബോഡി മുള്ള അവിടെ ഇരിക്കുകയാണ്. ഇതേപോലെ തന്നെയാണ് ദേഷ്യവും, അതൊരു ഫോറിൻ ബോഡിയാണ്. അത് നമ്മളിൽ ഇരിക്കുന്നിടത്തോളം കാലം എന്താ ഉണ്ടാവുന്നത്, നമ്മൾക്ക് ഇൻഫെക്ഷനാണ്, നമ്മൾ ഇൻഫെക്റ്റഡ് ആവുകയാണ്. അതുകൊണ്ട് ആണ് ദേഷ്യത്തിനെ നിയന്ത്രിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കും, പോലീസുകാർക്ക് ദേഷ്യം വന്നാൽ അടിക്കുന്നില്ലേ, സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ദേഷ്യം വരുന്നില്ലേ? ഇല്ലേ, തീർച്ചയായിട്ടും ഉണ്ട്. ഇതൊക്കെ എന്താ, പോലീസുകാരനെ സംബന്ധിച്ചിടത്തോളം അത് അയാളുടെ ഡ്യൂട്ടിയാണ്. പിന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്, ഒരു ഡ്യൂട്ടീനെ ലംഘിച്ചിട്ട് ഒരാൾ വരുന്ന സമയത്ത് നാച്ചുറലി അയാളുടെ സങ്കടം തന്നെയാണ് ദേഷ്യമായിട്ട് രൂപാന്തരപ്പെടുന്നത്. കാരണം ഇങ്ങനെ ഇത് വേണ്ടി വന്നൂല്ലോ എന്നുള്ളതാണ് അയാൾക്ക്. അതുകൊണ്ടാണ് അവരും ദേഷ്യപ്പെടുന്നത്. അപ്പോൾ ഏത് തലത്തിൽ നോക്കിയാലും നമ്മുടെ ദേഷ്യം എന്ന് പറയുന്നത് നമ്മുടെ സങ്കടമാണ്. അത് നമ്മുടെ സമൂഹത്തിനോടുള്ള സങ്കടമാവാം, നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലുമുള്ള സങ്കടങ്ങളാവാം, കുട്ടികളോടുള്ള സങ്കടമാവാം, ഭർത്താവിനോടുള്ളതാവാം, ഭാര്യയോടുള്ളതാവാം. അങ്ങനെ ഏത് തലത്തിലായാലും ഈ സങ്കടമാണ് ദേഷ്യമായിട്ട് രൂപാന്തരപ്പെടുന്നത്. പക്ഷേ ഈ ദേഷ്യമോ രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാലോ അത് മറ്റുള്ളവരെ നശിപ്പിക്കുന്നു, മാത്രമല്ല നമ്മളെയും അത് നശിപ്പിക്കും. ഇന്ന് ഈ ചെറിയ ചിന്ത പങ്കുവെച്ചുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.